ഒരാള് അയാളെ നാട്ടിലൊരു പരിപാടി നടന്നിട്ട് ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞ് അമ്പിയാക്കന്മാരെ കുറ്റം പറഞ്ഞ് അങ്ങനുണ്ടല്ലോ. മുഖത്ത് താടി വെച്ച് നടക്കുന്ന ഒരു ടീം ഔലിയാക്കന്മാരെ ചീത്ത പറയും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ലോട്ടോ, നമ്മളെ കൽബിന്റെ അകത്തേക്ക് ഇറക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാണ്. ഔലിയാക്കളെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് താടി ഉണ്ടാവും. അപ്പൊ അയാളെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സദസ്സിൽ പോയിരുന്ന ഒരാള്. അപ്പൊ അയാൾ എന്താ പറഞ്ഞു തരും, പിറ്റേന്ന് ഈ എല്ലാ ചർച്ച നടക്കണ എവിടെ? ചായ കുടിക്കുന്ന സ്ഥലത്ത്. ചായക്കട ഉണ്ടാവില്ലേ, അവിടെയാണ് എന്താണ് എല്ലാം ചർച്ച നടക്കുക. ഞാൻ ഈ മിക്ക ഹോട്ടലുകാരും ചായക്കടക്കാരും വേഗം പൂട്ടേണ്ടി വരും. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞേ. ഈ മിക്ക ഈ ഹോട്ടലുകാർ, ഏത് ഹോട്ടലിൽ നിന്നറിയോ, പുറത്തിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കസേര വെച്ച് കൊടുത്ത് സൗകര്യപ്പെടുത്തുന്ന ഉണ്ടല്ല, ഓ വേഗം ഹോട്ടൽ പൂട്ടേണ്ടി വരും. എന്തേ? അവിടെ കുർപ്പാത്താണ് നടക്കുക. എന്താ നടക്കുക? ചായം കുടിച്ചിട്ട് നാഷ്ടം കഴിച്ച് വന്നിട്ട് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ബീഡിയും വലിച്ചിട്ട് കുറെ കുർപ്പാത്തുണ്ടു. കുർപ്പാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായില്ല? നിങ്ങൾ മിണ്ടാതിരുന്നേക്കാവല്ലേ. നൗഫൽ സക്കാഫിന്റെ അത് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോലല്ല, കുറച്ച് ഇങ്ങോട്ട് എന്താക്കണം, ഒന്ന് ഇതാക്കണം. കുർപ്പാത്ത് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ ഇല്ലല്ലേ? ആരാന എണ്ണ ഇപ്പൊ തിരിഞ്ഞ ഇല്ല. ഞാൻ നല്ല മനുഷ്യനായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടല്ലേ അജിയാരെ, ഞാൻ സത്യം പറയട്ടെ, വേറൊന്നും അറിയില്ല, അത് മാത്രമേ അറിയൂ. ഒന്ന്, നിങ്ങൾ നല്ല ആളായത് കൊണ്ട്. രണ്ട്, നിങ്ങൾ നല്ല നാട്ടിലുണ്ടായത് കൊണ്ട്. നാട്ടുകാർക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവൂല, അങ്ങനത്തെ അല്ലേ? അപ്പോഴല്ലേ കുർപ്പാത്തു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ആരാരെ എണ്ണ, ഓ അങ്ങനെ ഓ ഇങ്ങനെ എല്ലാം ഓ എന്ന് പറയാനല്ലാതെ ഞാനിങ്ങനെ ഞാനങ്ങനെ എന്ന് പറയാനൊന്നും ഉണ്ടാവൂല. അതിന് ആരാണ് എണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആരാന എണ്ണുന്ന സ്ഥലത്ത് ബർക്കത്തുണ്ടാവുക? ഇല്ല. അപ്പൊ പിന്നെ ഓന്റെ ഹോട്ടലിൽ എങ്ങനെ ബർക്കത്തുണ്ടാവും? ഓന്റെ ചായപ്പീടിൽ എങ്ങനെ ബർക്കത്തുണ്ടാവും? ഓമ്പയും പൂട്ടേണ്ടി വരും. ഞങ്ങൾ മിക്ക ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഈ വാല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോണ്ടല്ല, നമുക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണ് കട്ടൻ ചായ. നിങ്ങൾക്ക് പറയണ മനസ്സിലാകുന്നുണ്ടാ? തിരിയുന്നുണ്ടാന്ന്? നിങ്ങളെ മുഖം ഏതായാലും കാണുന്നില്ല, കുറച്ച് ഒച്ചെങ്കിലും വരട്ടെ അവല്ലേ. അപ്പോ മിക്കതും ഞങ്ങൾ വാല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള സംഗതി എന്താന്ന് പറഞ്ഞാൽ, ഒന്നാ ചുക്കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ. അത് നിങ്ങൾ ആരും തരണ്ട, ഞങ്ങളെ കീശന്ന് പൈസ കൊടുത്തിട്ട് ഞങ്ങനെ പോണ റൂട്ടിൽ കിട്ടുന്ന കടന്നെടുത്ത് ഞങ്ങൾ കുടിക്കും. നിങ്ങൾ ആരും ബേജാറാക്കും വേണ്ട. ഇന്നിപ്പോ വാല് കഴിഞ്ഞിട്ട് ഉസ്താദേ ചായ ഞാൻ ഉണ്ടാക്കി തരാം, പുരക്ക് വരുന്ന വിളിക്കും വേണ്ട. പക്ഷേ ഒരിക്ക പോയ ഹോട്ടലുണ്ടല്ല, അടുത്ത വാല് കഴിഞ്ഞിട്ട് പോകുമ്പോ അത് ബന്ധായിട്ടുണ്ടാവും. ഒരിക്ക കൊടകൊക്കെ നമ്മൾ വാല് വരുമ്പോ തിരിച്ചു പോകുമ്പോ അവിടെ കയറും ചായ കുടിക്കുക, രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ. ഞാൻ പറഞ്ഞ തിരിയുന്നുണ്ടാ? നല്ലോണം പൊggണം, ഇത് തലക്ക് ശരിക്കും പൊggണം. പൊഗില്ലെങ്കിൽ നിങ്ങളും കുടുങ്ങും, ഞാനും കുടുങ്ങും, ഓരും കുടുങ്ങും. അതിന്റെ ഉള്ളിലിരിക്കണവരില്ലേ ബുർക്കറ്റിട്ട്, ഓരും കുടുങ്ങും. ഞാനിത് വെറുതെ പറയല്ല. ഒരിക്ക കൊടകിൽ വന്നിട്ട് വാല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഒരു സ്ഥലത്ത് ചായ കുടിച്ചിട്ടുണ്ടാവും. അവിടെ നല്ല നല്ല രസമുള്ള സുലൈമാനിയാണ്, നല്ല രസമുള്ള സുലൈമാനി. യാക്കൂബി അവിടെ ഇല്ല, അയ്യൂബിയും ഇല്ല, സുലൈമാനി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിങ്ങനെ കുടിച്ചപ്പോ അടുത്ത് കൊടകിൽ വന്ന് വാതിന് വന്നപ്പോ ഞാൻ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോ മിഞ്ഞാന്ന് ചായ കുടിച്ച സ്ഥലം ഉണ്ടല്ലേ, അവിടെ ഒന്ന് നിർത്താം, നമുക്ക് ചായ കുടിച്ച് പോവാം. കാരണം പിന്നെ വണ്ടി ഓടിക്കുന്ന ആള് കണ്ണിങ്ങനെ തുറന്നിട്ട് വേണം. അല്ല, കണ്ണിങ്ങനെ പാതി അടച്ചിട്ട്, ഈ ഷട്ടർ പാതി അടച്ച പോലെ അങ്ങനെ അടച്ചിട്ട് പോയാൽ പിന്നെ അത് ഒടുക്കത്തെ പോക്കായിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഉറക്കെ ആമീൻ പറയും. അമ്മാ, എനിക്കിത് മതി ഒരു 100 സ്റ്റേജിൽ കയറാൻ. അപ്പോ ഞാൻ സത്യം പറയാം. പക്ഷെ 2ാം തവണ കൊടകിൽ വന്നിട്ട് വേല കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ, കൊടകല്ലോ കൊടകെന്നൊക്കെ ഇറങ്ങിട്ട് പോയിട്ടാണ്. കൊടങ്ങ് ഉപേചരാക്കണ്ടല്ലോ, കൊടക് ചൊല്ല പാവാണ്. കൊടകൊന്നുമല്ല, ഞങ്ങൾക്ക് കൊടകുകാരോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കൊടകിന്റെ ഏതോ ഒരു സൈഡിലല്ലേ അല്ലേ? കൽക്കന്തൂർ സോമവാരപ്പെട്ടല്ലേ? അപ്പോ എന്തായി, 2ാം തവണ വാതിന് വന്ന് തിരിച്ചു പോയി നോക്കുമ്പോ അതില്ല. അവിടെ ചിമ്മ കുത്തിന് ബി ഗേറ്റിന് എന്തും ഇല്ല. പിന്നെ നോക്കുമ്പോ അയാളെ നമ്പർ ഉണ്ടായിരുന്നു. മെല്ലെ വിളിച്ചു വെച്ച്, എന്തേ കാക്ക ഇല്ലേ ചായയുടെ അങ്ങാടി ബന്ധാക്കി പോലെ കണ്ട്? എന്തൊരു ഉസ്താദ് ചൊല്ലണ്ട, എന്തും ബർക്കത്തില്ല ഉസ്താദ്. എങ്ങനെ ബർക്കത്തിക്കൂ? പുറത്തു ബെഞ്ച് വെച്ച് കൊടുത്തിനോ?
കുർസും വെച്ചു കൊടുത്തിന കുടിക്കിടത്തര കുടിക്കൊരു തിന്നരത്തര തിന്നൊരു ഇറച്ചി തിന്റെ മേയാവല മീൻ തിന്റെ മേയാവല പുറത്ത് വന്ന് കുർസുല് തെച്ചിട്ട് മനുഷ്യരെ ഇറച്ചി തിന്നോളൂ. അതാ ബാപ്പ നേരത്തെ ഞാൻ പറഞ്ഞ എണ്ണ നാരാന എണ്ണ കുറുപ്പാത്ത എണ്ണ എന്ന് പറഞ്ഞ ഗീബത്ത് പറയുന്നിടത്ത് അള്ളാന്റെ ബർക്കത്തുണ്ടാവോ? പിന്നെ പൂട്ടേണ്ടി വരൂലേ? അങ്ങനെ അത് നമ്മളെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ. കുടുംബക്കാരെല്ലാം വീട്ടിന്റെ ഉള്ളിൽ വരും, വന്നിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങന്മാർ അള്ളാഹു നമ്മളെ ഉമ്മമാർക്ക് ബർക്കത്തേറ്റ് ഓരോ ഇപ്പൊ വല്ലാതെ പറഞ്ഞ അവർക്ക് ബേജാറാവും. അള്ളാഹു നമ്മളെ ഉമ്മമാർക്ക് ബർക്കത്തേറ്റ്. ഈ കൽക്കന്തൂരിലെ ഉമ്മമാരൊന്നും അങ്ങനത്തവരല്ല. അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. അപ്പൊ അള്ളാഹു ബർക്കത്തേറ്റെ. അപ്പോ ഒരു 3-4 ആളവിടെ ചേർന്നാ മതി, ഇടീ ദുനിയാവിന്റെ ചർച്ച. ഇപ്പൊ ചർച്ചല്ല ഇതല്ല ബാബ, അമേരിക്കത്തെ പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ് അല്ല എന്ത് ട്രംപ് ഇപ്പൊ ചർച്ച എടുക്കണ്ടല്ലേ? എന്താണ് ഭയം പറയേ? ഒന്ന് പറയപ്പ. നിങ്ങൾ കൊടുക്കാർക്ക് അറിയാത്ത വിഷയം ഉണ്ടാ? എന്ത് ട്രംപ് പറഞ്ഞേ? പോനെന്നെ അപ്പൊ അമേരിക്കത്തെ പ്രസിഡന്റ് ആവാൻ പോവാണെന്ന് അറിഞ്ഞിട്ട് അതിപ്പോ ചർച്ചല്ല. എന്തല്ല വാണ്ട് ബുഷ് ഇന്ന ട്രംപായ ഒല്ലിങ്ങനെ ഇടീ ദുനിയാവിന്റെ BBC ചർച്ച നടക്കുകയാണ്. 4 ആൾ ഇരുന്നാ മതി അവിടെ, 4 വേണ്ട 2. കാരണം നോളജ് കൂടുതലല്ലേ, ഇന്ന് മൊബൈലല്ലേ കയ്യിലുള്ളേ. അള്ളാഹു ബർക്കത്ത്. പക്ഷെ ഞാൻ പറയാണ് ഉമ്മ, അങ്ങനെ പെണ്ണുങ്ങന്മാര് ദാവത്തിനും സൽക്കാരത്തിനും പൊരല് വന്ന് എല്ലാം തിന്നിട്ടെല്ലാം ആയിട്ട് ഓരോട് പറയാ എല്ലാം ഉറങ്ങോറൂ പറയാം, വേഗം ഉറങ്ങാൻ പറയാ. കുറച്ച് ഉറങ്ങി പിന്നെ കുറുപ്പാത്തെണ്ണലും ഉണ്ടാവില്ല. 4 റൂം ഉണ്ടെങ്കിൽ 4 റൂം ഒരുത്തത്തെ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരേ റൂം 4 പെണ്ണുങ്ങളല്ലേ, 4 പെണ്ണുങ്ങൾക്ക് തന്നെ കാണിച്ച് കുറച്ചെല്ലാം ഉറങ്ങോറൂ. അപ്പൊ അസർ ബാങ്കാവിടൂ, ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കും. അവിടെ എണ്ണിക്കൊണ്ടിരുന്നാൽ വീട്ടിലും ബർക്കത്തുണ്ടാവൂല. ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടാ? ദാവത്തേക്ക് പോയിട്ട് അവിടെ തെച്ചിട്ട് പുറത്തുള്ള എല്ലാ വലിയ ആൾമാരെല്ലാം ആചാർമാരെല്ലാം കാക്കമാരെല്ലാം തെച്ച് സോപ്പത്തെ ചായ കുടിക്കുമ്പോ ജിലേബിയും എല്ലാം തിണ്ടങ്ങനെ കൂടി ചായ കുടിക്കുമ്പോ എന്തല്ല എണ്ണല്, ആരാന എണ്ണല്. വീട്ടിൽ ബർക്കത്തുണ്ടോ? ഉണ്ടാവൂല. ഞാനിത് വെറുതെ പറയല്ല, എന്നാൽ പറയട്ടെ. അപ്പൊ ഇയാള് ഈ ചായക്കടയിൽ പോയിട്ട് ഇരുന്നിട്ട് ഇയാൾ പറഞ്ഞില്ല, നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല, നിങ്ങൾ മറന്നോന്നറിയില്ല, വിഷയം എവിടെ ശരിക്കും. അപ്പൊ ഇയാൾ പറയുന്നില്ല, ഇന്നലെ അയാൾ പറഞ്ഞതും കുറെ ശരിയുണ്ടാവാ അല്ലേ എന്ന് പറഞ്ഞു. പിറ്റേന്ന് വഅദ് നടന്ന് ആ വഅദില് ഉസ്താദ് വന്നിട്ട് പറഞ്ഞ്, നിങ്ങ നബിമാരെ പറയണ്ട, ഔലിയാക്കന്മാരെ പറഞ്ഞിരണ്ട, അങ്ങനെ പറഞ്ഞെങ്കിൽ സ്വർഗ കിട്ടാലമ്മ ജാഗ്രത എന്ന് പറഞ്ഞു. അതും കേൾക്കാൻ ഇയാൾ വന്നു. പിറ്റേന്ന് സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി അഹമ്മദാജിന്റെ പീടക്ക് പോയി ചായ കുടിക്കാൻ പോയിട്ട് അയാൾ അവിടെ പോയിട്ട് ഇയാൾ പറഞ്ഞു, ഈ ബന്നാളെന്നെ ഇന്നലെ പോയി പറഞ്ഞില്ലേ, ഇയാൾ പറഞ്ഞതിനും കുറച്ച് ശരിയുണ്ട്. അപ്പൊ ഈ പീഡക്കാരൻ ചോദിച്ചു, മാന്യമായിട്ടൊരു ചോദ്യം ചോദിക്കുമല്ലോ. എന്താ ചോദ്യം? അല്ല, ഇന്നലെ വന്നിട്ട് പറഞ്ഞ് അയാൾ പറഞ്ഞതിന് കുറച്ച് ശരിയുണ്ട്, ഇന്നും വന്നിട്ട് പറഞ്ഞ് അയാൾ പറഞ്ഞതിന് കുറച്ച് ശരിയുണ്ട്, ഇത് എങ്ങനെ ശരിയാന്നേ ചോദിച്ചില്ല. അപ്പൊ ഇയാൾ പറഞ്ഞില്ല, നീയും പറഞ്ഞതിന് കുറച്ച് ശരിയുണ്ട്. അതാണിപ്പോ ഇന്നത്തെ അവസ്ഥ. ഇന്നിപ്പോ കൂടുതലൊന്നും വേണമെന്നില്ല, വിവരം വേണ്ട. തൊള്ള തുറക്കാനും മസല പറയാനും ദീന് പറയാനും വിവരം ആവശ്യമില്ലാത്ത കാലായി പോയി. ആർക്കും എന്തും വിളമ്പാൻ പറ്റിയ കാലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഉസ്താദ്മാരൊക്കെ 13 കൊല്ലം 14 കൊല്ലം ഓതിപ്പടിച്ചിട്ട് ഇപ്പോഴും കിതാബ് ഓതിക്കൊടുക്കാണ്. മഹല്ലി, ബൈലാവി, ജമ്മുൽ ജവാമി, ഉക്കുലൈദസ്, കുട്ടികൾക്ക് ഇങ്ങനെ കിതാബ് ഓതിക്കൊടുക്കണേ. ഈ ഉസ്താദുമാർ എന്തിനാ? ഇപ്പൊ ഓൻ വന്നിട്ട് ഓൻ പറയാണ്, അത് സമല്ലവാ, ഏത് സമല്ല? 13 വർഷം കിതാബ് ഓതിപ്പടിച്ചിട്ട് ഇപ്പോഴും കിതാബ് ഓതിക്കൊടുക്കണ, ഏത് സമയവും കിതാബ് നോക്കിക്കൊണ്ടിരിക്കണ ഉസ്താദുമാർ പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് പാന്റും ഷർട്ടും ഇട്ട് വന്നിട്ട് എന്നെ തൊക്കടടിയിൽ കീറിയത് എന്നിട്ടും വന്നിട്ട് പറയുന്നേ അത് സമല്ല, അയാൾ ചൊന്നത് സമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിത് വെറുതെ പറയല്ല. അതാണ് അന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. അന്നത്തെ അവിശ്വാസികൾ പറഞ്ഞു, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല.
അന്നത്തെ ധിക്കാരികൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, ഫഅതി ബിആയത്തിൻ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഓ സ്വാലിഹേ അലൈഹിസ്സലാം, നിങ്ങൾ പറയുന്നത് സത്യമാണോ എങ്കിൽ ഒരു തെളിവ് കൊണ്ടുവരുമോ? തെളിവ് ഇല്ലാത്തതല്ല പ്രശ്നം, ഉള്ള തെളിവ് അംഗീകരിക്കാത്തതാണ് പ്രശ്നം. തെളിവില്ലാഞ്ഞിട്ടാണോ? സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നാൽ നിങ്ങളത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന തെളിവ് കൊണ്ടുവരാം. എന്ത് തെളിവാണ് വേണ്ടത്? അന്നത്തെ അവിശ്വാസികൾ പറഞ്ഞില്ലേ, ഒരു പാറക്കല്ല് കാണിച്ചിട്ട് ആ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരുമോ? സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്തിന്റെ പവർ കൊണ്ട് ആ പാറക്കല്ലിൽ നിന്ന് അതാ ഒരു ഒട്ടകത്തെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു. അവർ ആവശ്യപ്പെട്ട അതേ തെളിവങ്ങ് കാണിച്ചിട്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഈ ജനതയോട് പറഞ്ഞു, ഓ സമൂഹമേ, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇതാ നിങ്ങൾ